കാളൻ പുളിശ്ശേരി തയ്യാറാക്കാനായി ഒരു 200 ഗ്രാം ചേമ്പ് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാളനാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത് വേകാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് നന്നായി ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മളുടെ കുറുക്ക് കാളൻ. ഈ കുറുക്ക് കാളൻ വെച്ചിട്ടാണ് നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ചേമ്പ് നന്നായി വെന്ത് കഴിഞ്ഞു. ഒരു മുറി നാളികേരവും 5-6 കാന്താരിയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നാളികേരത്തിലേക്ക് കുറച്ച് കാന്താരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഈ കാളനിൽ ധാരാളം കാന്താരി ഇട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും തേങ്ങയും എല്ലാം കൂടി വരുമ്പോൾ ഒരുപാടാകാതിരിക്കാൻ വേണ്ടിയാണ് നാളികേരത്തിൽ കുറച്ച് കാന്താരി ഇട്ട് അരയ്ക്കുന്നത്. കഷ്ണങ്ങളിലേക്ക് അരച്ച മസാല ഒഴിച്ചു കൊടുക്കുക. 50 മില്ലി കുറുക്ക് കാളനും കൂടി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. കുറുക്ക് കാളൻ ഇട്ട് കൊടുക്കുക. സാവധാനം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറുക്ക് കാളൻ പുളിശ്ശേരി തയ്യാറായി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അല്പം ഉലുവ, അല്പം ജീരകം, 2 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ടെന്ന് നമുക്ക് താളിക്കാം. കാളൻ പുളിശ്ശേരിയിലേക്ക് താളിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ രുചികരമായ നമ്മളുടെ കാളൻ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്